ഗുരു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഒരാളുടെ ജീവിതത്തിൽ. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാണേണ്ടത് ഒരു ഗുരു എനർജി. അതിൽ നോളേജ് ഉണ്ട്. അതിൽ ആ നോളേജ് പല ഗുരുക്കന്മാരിലും അത് മാനിഫെസ്റ്റ് ചെയ്യാം അല്ലേ? അതെ അതെ, പല ഗുരുക്കന്മാരും പല രീതിയിൽ അവരുടേതായിട്ടുള്ള സിസ്റ്റമാറ്റിക് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കാം. പക്ഷെ അവർ പറയുന്ന വഴികളെല്ലാം ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണെന്നുള്ള ഒരു അറിവും കൂടെ നമുക്ക് ഉണ്ടാവണം. നോളേജ് ആൻഡ് വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ്. അതായത് നമുക്ക് അറിവില്ലാതെ ഇരിക്കുന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരുക്കന്മാർ തരുന്ന ആ വിസ്ഡം നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ദെൻ യു ഫീൽ ദാറ്റ് ഈസ് യെസ് യു ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഇൻ ദ സ്പിരിച്വാലിറ്റി. അപ്പോഴാണ് ആ പോളിഷിങ് നടക്കുന്നത്. ഒരു സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. അത് അത്യാവശ്യമാണ് എല്ലാവർക്കും. ഇപ്പം നേരത്തെ അമൃത് പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് അവൻ പൊല്യൂട്ടാവാൻ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് കൊണ്ടുപോയി നിർത്തുന്നത്. പക്ഷെ അതിൽ നിന്നും ആ പൊല്യൂഷനിൽ നിന്നും നമ്മളെ മാറ്റി വീണ്ടും ഒരു പ്യൂരിഫിക്കേഷനിലേക്ക് എത്തിക്കുന്നത് ഒരു പരിധി വരെ നമുക്കൊരു റീബർത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് നമ്മുടെ ഒരു എഫേർട്ടും കൂടെ അത്യാവശ്യമാണ്. എഫേർട്ട് ഒരു ആ നോളേജ് നമ്മൾ സ്വീകരിക്കാനും അത് നമുക്ക് ഉതകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും പിന്നെ നമ്മൾ സൊസൈറ്റിയിൽ ആ രീതിയിൽ ജീവിക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോഴുള്ള ഒരു റിസൾട്ട് എന്തെന്ന് വെച്ചാൽ നമ്മളിൽ വന്ന ആ പരിവർത്തനം നമ്മൾ ജീവിക്കുന്ന രീതി കാണുമ്പോഴത്തേക്ക് പലർക്കും മറ്റുള്ളൊരു ഇൻഫ്ലുവൻസ് ആവും. ഇറ്റ് ഈസ് കണ്ടീജിയസ്. അപ്പോൾ അവർ നമ്മളെ അടുത്ത് അന്വേഷിക്കും നിങ്ങൾ എന്താണ്. അപ്പോൾ അങ്ങനെ നോളേജിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഹ്യൂമാനിറ്റി ആൻഡ് ഏറ്റവും അൾട്ടിമേറ്റഡ് ആയിട്ടുള്ള ആത്മീയത എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്, ഡിവൈൻ ലൈറ്റ് ഉണ്ട്. അതേ ഡിവൈൻ ലൈറ്റാണ് ഈ കാണുന്ന എല്ലാ ആളുകളുടെ ഉള്ളിലും ഉള്ളതെന്നുള്ള ഒരു ഓർമ്മ എല്ലായ്പ്പോഴും. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആ നോളേജ് കിട്ടുക, അവയർനെസ് വരെയാണെങ്കിൽ സോ യു വിൽ ബിഹേവ് ഇൻ എ വെരി കമ്പാഷനേറ്റ് വേ ടു ദ പീപ്പിൾ അറൗണ്ട് യു. നമുക്കൊരു അനുകമ്പ, സ്നേഹം. കാരണം പ്രവൃത്തികൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷേ യു ഫീൽ ദാറ്റ് ഈസ് ദേ ആർ ഓൾസോ ഹാവിങ് ദ ഡിവൈൻ ലൈറ്റ്സ് ഇൻസൈഡ്. അപ്പോൾ അതുകൊണ്ട് ഈ വയലൻസ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് തിരിയില്ല. അപ്പോൾ അതിനാണ് ഈ ഗുരു എനർജി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് എത്തുമ്പോഴാണ് അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ അതിപ്പോൾ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയത്.